ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 166 പോത്തിൻ്റെ പാഞ്ഞുവരവ്. ഭാഗം 166 പോത്തിൻ്റെ പാഞ്ഞുവരവ് ഇവിടെ ആരംഭിക്കുന്നു. ഒരു ദിവസം ഗുരുദേവൻ അരുവിപ്പുറത്തു നിന്നും നെയ്യാറ്റിൻകരയിലേക്ക് നടന്നു പോവുകയായിരുന്നു. 6 കടന്ന് കുറ്റിക്കാടിലൂടെയുള്ള ഒരു ഇടവഴിയിൽ കൂടിയായിരുന്നു പോയിരുന്നത്. ഗുരുദേവന് പിന്നാലെ 3-4 ഭക്തന്മാരും ഉണ്ടായിരുന്നു. ഗുരുദേവൻ നടന്നുകൊണ്ടിരുന്ന വഴി മുന്നോട്ട് ചെല്ലുംതോറും ഇടുങ്ങി വന്നുകൊണ്ടിരുന്നു. അവസാനം കഷ്ടിച്ച് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്നത്ര രീതിയിലെത്തുകയുണ്ടായി. അങ്ങനെ നടക്കുന്നതിനിടയിൽ ദൂരെ നിന്നും കുറേ ആളുകൾ ബഹളം കൂട്ടുന്നത് എല്ലാവർക്കും കേൾക്കുവാനായി. ശ്രദ്ധിച്ചപ്പോൾ മാറിക്കോ എന്നുള്ള ആളുകളുടെ വിളിച്ചു പറയലാണതെന്ന് അവർക്ക് വ്യക്തമായി. ഗുരുദേവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി 4 പാടേക്കും നോക്കി. ഗുരുദേവൻ നടന്നുകൊണ്ടിരുന്ന വളരെ ഇടുങ്ങിയ ആ വഴിയുടെ അങ്ങേത്തലക്കൽ നിന്നും ഒരു കരുത്തനായ പോത്ത് അപ്പോൾ അവർക്ക് നേരെ പാഞ്ഞു വരികയായിരുന്നു. അവരുടെ ഏറ്റവും മുന്നിലായി നടന്നുകൊണ്ടിരുന്നത് ഗുരുദേവനായിരുന്നതിനാൽ എന്തു ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും ഒരു നിമിഷത്തേക്ക് പകച്ചു നിന്നു. അടുത്തേക്ക് കുതിച്ച് പാഞ്ഞു വന്നുകൊണ്ടിരുന്ന ആ പോത്തിനെ കണ്ട് ഗുരുദേവൻ പെട്ടെന്ന് നടപ്പു നിർത്തി. അവിടെ തന്നെ നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഉറക്കെ പറഞ്ഞു, ആരും പരിഭ്രമിക്കേണ്ട, തിരിഞ്ഞ് ഓടുകയും വേണ്ട. ആശ്ചര്യമെന്ന് പറയട്ടെ, പാഞ്ഞടുത്തേക്ക് വന്ന ആ പോത്ത് ഗുരുദേവൻ്റെ തൊട്ടു മുന്നിലെത്തി. തൽക്ഷണം ആരോ പിടിച്ചു നിർത്തിയതുപോലെ പോത്ത് പെട്ടെന്ന് നിന്നു. തല കുമ്പിട്ട് നിന്ന ആ പോത്തിനെ കണ്ട് എല്ലാവരും ശ്വാസമടക്കി നിൽക്കുകയായിരുന്നു. പോത്താകട്ടെ അപ്പോൾ തല കുമ്പിട്ട് നിന്ന അതേ നിലയിൽ തന്നെ അനങ്ങാതെ നിൽക്കുകയുമായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഗുരുദേവൻ ഇപ്രകാരം കൽപ്പിച്ചു, പിൻപേ ഉള്ളവർ മുമ്പോട്ട് പോവുക. അത് കേട്ട് ഭയമുണ്ടായിരുന്നിട്ടും അവർ ഓരോരുത്തരായി ഗുരുദേവനെയും പോത്തിനെയും ഒരു വിധത്തിൽ മറികടന്ന് ആ വഴിയുടെ മുന്നിലെത്തി. അവസാനം ഗുരുദേവനും പോത്തിനെ കടന്ന് മുന്നിലേക്ക് പോയി. അതിനുശേഷം ആ പോത്ത് വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പാഞ്ഞു പോവുകയും ചെയ്തു. മനുഷ്യരായിട്ടുള്ള ഏതൊരാളും അങ്ങേയറ്റം ഭയന്നു പോകുന്നതായിരുന്നു ആ സന്ദർഭം. ഗുരുദേവൻ്റെ നിർഭയത്വവും സഹജീവി സ്നേഹവും നേരിൽ ബോധ്യപ്പെട്ട അവരിൽ വളരെ കാലം ആ അതിശയം വിട്ടുമാറാതെ തന്നെ നിന്നിരുന്നു. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 166 പോത്തിൻ്റെ പാഞ്ഞുവരവ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.